കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള കൊടിമരത്തിന് വഴിനീളെ വരവേൽപ്പ്. കുറ്റാനശ്ശേരി ചേലേത്തൊടിയിൽ ചിലമ്പൻകുട്ടിയുടെ വളപ്പിൽ നിന്നായിരുന്നു തേക്കുമരം കൊണ്ടുവന്നത്. തന്ത്രി ഇ കാട്ടുമാനിക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി TK ശങ്കർദാസ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷമാണ് മരം മുറിച്ചത്. ചോദിക്കാന്നുള്ളൊരു ചടങ്ങാണ്. അതിൽ വൃക്ഷത്തിൻ്റെ അനുമതി വേണം. വൃക്ഷത്തിൽ വല്ല പക്ഷിമൃഗാദികളോ അങ്ങനെ ആരെങ്കിലും കൂടുകെട്ടി താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല, അവർ എന്തെങ്കിലും ജീവികൾ നമുക്ക് അറിയാതെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒഴിഞ്ഞു പോകാൻ അങ്ങനെ ഒരു ആവശ്യത്തിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒന്ന് മാറിത്തരണം എന്നുള്ളൊരു പ്രാർത്ഥനാ രൂപത്തിൽ ചെയ്യാണ്. അതാണ് ആദ്യം നമ്മളെ മറ്റേ ധ്വജത്തിനുള്ള മരമാണ്. അപ്പോൾ വാഹന മന്ത്രം കൊണ്ട് നമ്മൾ ആദ്യം പൂജിച്ച് അവരോട് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ആദ്യം നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ വിഗ്രഹങ്ങളും തീരാൻ വേണ്ടി ഗണപതിക്ക് പത്മത്ത് പൂജ കഴിച്ച് അപ്പുറത്തെ പത്മത്തിലായാലും മരം മുറിക്കാൻ വേണ്ട ആയുധങ്ങൾ നമ്മൾ പൂജിച്ച് അതിലെന്തെങ്കിലും നെയ്യും തേനൊക്കെ പറ്റി മരം മുറിക്കാണ്ട് പറ്റില്ല, നമുക്ക് മരത്തിന് വേവിക്കരുത്. അപ്പോൾ അതിന് ഒരു ഇതിന് വേണ്ടിയിട്ട് നെയ്യും തേനും അതിന് തലപ്പത്ത് പുരട്ടി എന്നിട്ടാണ് നമ്മൾ ചടങ്ങ് കഴിക്കണത്. അപ്പോൾ ഇതിൽ മറ്റേ ചെയ്ത കാര്യത്തിൻ്റെ സംഗ്രഹം ഇപ്പോൾ അതാണ്. പിന്നെ ഇപ്പോൾ ആദ്യത്തെ പൂള് വീണ് ലക്ഷണം പറയാൻ എനിക്കിപ്പോൾ അത്രയൊക്കെ വലിയ വിവരമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ എന്നാലും വീണോടത്തോളം കൊണ്ട് ദോഷം തോന്നിയിട്ടില്ല. മലന്നിട്ടാണ് പൂള് വീണത്, വടക്ക് കിഴക്കൻ മൂലയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാം ഒരു അശുഭമായിട്ടൊന്നും തോന്നിയിട്ടില്ല, എല്ലാം ശുഭകരമായിട്ട് തന്നെയാണ് തോന്നിയത്. ഇനി എല്ലാ ഭഗവതി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന കുടുംബങ്ങൾ, വിവിധ കുതിര, കാള, ആന, പൂര കമ്മിറ്റികൾ, ഭക്തജനങ്ങൾ എന്നിവർ വഴിയോരങ്ങളിലും ക്ഷേത്ര മൈതാനിയിലും സ്വീകരണം നൽകി. പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് കൊടിമരത്തെ മാറ്റി എണ്ണത്തോണിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും. ശ്രീകോവിൽ നമസ്കാര മണ്ഡപം, കൊടിമരം, തിടപ്പള്ളി, പ്രദക്ഷിണ വഴി, ചുറ്റുമതിൽ, ക്ഷേത്രമുറ്റം, ഓഫീസ് സമുച്ചയം എന്നിവയാണ് നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3.5 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്.